ഗോപൻ സ്വാമിക്ക് സമാധി പീഠമൊരുങ്ങി. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെ നെയ്യാറ്റിങ്കര സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വിലാപയാത്രയായി എത്തി 3 മണിക്കും 4 മണിക്കുമിടയിൽ ഗോപൻ സ്വാമിയുടെ സമാധി പീഠത്തിൽ സമാധിയിരുത്തുക. മുൻ നിശ്ചയിച്ച അതേ സമാധി പീഠത്തിലായിരിക്കും ഗോപൻ സ്വാമിയെ സമാധിയിരുത്തുന്നത്. നിരവധി പ്രമുഖ ശ്രേഷ്ഠവര്യന്മാരുടെ നേതൃത്വത്തിലാണ് മഹാസമാധി വീട്ടുവളപ്പിൽ നടക്കുന്നത്. ഇന്ന് 2 മണിക്ക് നാമജപയാത്രയായിട്ട് സ്വാമിയെ വഹിച്ചുകൊണ്ട് ഏകദേശം 3 മണിക്ക് ഇവിടെ എത്തും. 3 മണി മുതൽ സന്യാസിമാരുടെ നേതൃത്വത്തിൽ പൂജകൾ ആരംഭിക്കും. ഏകദേശം 4 മണിയോടുകൂടി ഇത് അവസാനിക്കും. എത്ര മണിക്ക് ഇത് തുടങ്ങുന്നു? 2 മണിക്ക് തുടങ്ങും. നിൻസിന്റെ അടുത്തു നിന്നാണ് തുടങ്ങുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. ഒരു 3 മണിയോടുകൂടി ഇവിടെ എത്തും. പിന്നെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും. 4 മണിയോടുകൂടി സമാപിക്കുമെന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. പീഠമൊക്കെ നമ്മൾ നേരത്തെ ഒരുക്കിയ പീഠമാണ്. നേരത്തെയുള്ള പീഠം തന്നെ ഒക്കെ പത്മപീഠം അത് തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് പുതുക്കി നമ്മൾ പണിതിട്ടുണ്ട്. ഇതിപ്പോ മഹാസമാധിയായിട്ടാണ്. മഹാസമാധിയായിട്ട് തന്നെ സന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള മഹാസമാധി. അതിന് കാരണം ഈ സ്വാമിക്ക് വേണ്ട ആദരവ് ഈ നാട്ടിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും മാറി നിന്നു. അപ്പോൾ അതിന്റെ ഒരു പ്രായച്ചിത്തമാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തിന് മതമില്ല, എല്ലാ മതസ്ഥർക്കും പങ്കെടുക്കാം. ആദ്യഘട്ടത്തിൽ മാറി നിന്നവരൊക്കെ ഇപ്പൊ എങ്ങനെയാണ്? അല്ല, ഇന്നലെ ചാനലിൽ കൂടി ഈ സംഭവം ഞാനും അദ്ദേഹത്തിന്റെ മകനും കൂടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പൊതുവേ ഈ ഗോപൻ സ്വാമിക്ക് ഒരു ആദരവ് കൊടുത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പൊതുസമൂഹം. അവരെല്ലാരും കൂടി ഒന്നിച്ചു കൂടും. അങ്ങനെ താല്പര്യമുള്ള സ്വാമിമാരും സന്യാസിമാരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവർ വരുന്നവരെയൊക്കെ വെച്ച് ഒരു ചടങ്ങ് നടത്തും, മഹാസമാധി. മുൻപ് ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയ അതേ സ്ഥലത്ത് വിപുലമായ രീതിയിലാണ് സമാധി മണ്ഡപം ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സമാധി മണ്ഡപം ഒരുക്കിയത്. അദ്ദേഹത്തിന് ഒരു രാജാവിന് കിട്ടുന്ന അംഗീകാരം കൊടുക്കണമെന്നാണ് ഞങ്ങൾ പ്രായശ്ചിത്തമായിട്ട് ഞങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അത് ആ ധ്യാന മണ്ഡപം അദ്ദേഹത്തിന് ഇതിങ്ങനെ അറിയാനുള്ള ഇതിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ സമാധി. അതില് കുറച്ചുകൂടി ജനം അറിയണമെന്നുള്ള ആഗ്രഹം ആ സമാധിയിൽ, അത് ഈശ്വരന്റെ ആഗ്രഹമാണ്. അതാണ് നടക്കുന്നത്.